അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന ഒരു വാക്യം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് എന്ത്? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് എന്ത്? പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹീതമായ മാസത്തിന്റെ അവസാന വിശുദ്ധ ദിവസം ദൈവസന്നിധിയിലായിരുന്നു അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ മഹത്വീകരിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചത്. വചനത്തിന്റെ മുമ്പിൽ ഞങ്ങൾ വിനയപ്പെടുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ കുറിച്ച് ഒരു പുനർവിചിന്തനവും ഈ സൃഷ്ടിയെ രക്ഷാകര പദ്ധതിയിലേക്ക് നയിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ പ്രിയജനത്തോടും അടിയനോടും മനസ്സലിഞ്ഞ് വചനം നൽകി ഞങ്ങളെ ശക്തീകരിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നിറച്ചാലും യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ പരിശുദ്ധ ആരാധനയിലായിരിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് അനുഗ്രഹീതമായ ജീവിത അനുഭവങ്ങളിലേക്ക് വഴി നടത്തുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ നാളുകളിൽ ദൈവ സൃഷ്ടിയെ കുറിച്ചൊക്കെയാണ് നാം ചിന്തിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച സൃഷ്ടിയുടെ പരസ്പരാശ്രയത്വം എന്ന വിഷയത്തെ കുറിച്ച് നാം ചിന്തിച്ചു. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായി നൽകപ്പെട്ടിരിക്കുന്ന വിഷയം സൃഷ്ടിയുടെ മലിനത എന്നുള്ളതാണ്. ദൈവം ആകാശവും ഭൂമിയും അവയിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് എല്ലാം നല്ലത് എന്ന് കണ്ട് മനുഷ്യനെ വാഴുവാനായി ദൈവം നൽകുകയാണ്. എന്നാൽ മനുഷ്യന്റെ അത്യാഗ്രഹവും മനുഷ്യന്റെ ആർത്തിപൂണ്ടതായ ജീവിതവും ഈ സൃഷ്ടിയെ മലിനതയുടെ അഥവാ വീഴ്ചയുടെ അനുഭവങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഭയാനകമായ പ്രകൃതിക്ഷോഭങ്ങൾക്കും ഭൗമിക പ്രതിഭാസങ്ങൾക്കും മഹാമാരികൾക്കും ഈ 21-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നുള്ളത് നാം ഏവരും അനുഭവിച്ച് അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് സാങ്കേതിക വിദ്യയും വിവര സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ മറ്റ് സാങ്കേതികപരമായ വളർച്ചയിലും മനുഷ്യൻ എത്തി നിൽക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും പ്രകൃതി ദുരന്തങ്ങളുടെ മുമ്പിലും ഒരു കുഞ്ഞൻ വൈറസിന്റെ മുമ്പിലും നിസ്സഹായനായിരുന്നതായ മനുഷ്യ ചരിത്രം നാം എല്ലാവരും അനുഭവിച്ചറിഞ്ഞതായ യാഥാർത്ഥ്യങ്ങളാണ്. ഇവിടെ ദൈവത്തിന്റെ സൃഷ്ടിയായ ഈ പ്രപഞ്ചത്തെ പരിപാലിക്കേണ്ടതായ മനുഷ്യൻ തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അതിനെ ദുരുപയോഗം ചെയ്തു. ഈ ദുരുപയോഗം ദൈവ സൃഷ്ടിയെ മലിനമാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യം. ഇന്ന് ന്യൂനമർദ്ദങ്ങളും കാലം തെറ്റിയുള്ള കാലവർഷങ്ങളും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും മനുഷ്യജീവന് ഭീഷണി ഉയർത്തിയപ്പോഴാണ് പ്രകൃതിയിന്മേലുള്ള മനുഷ്യന്റെ അതിക്രമങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുവാനും ഇങ്ങനെ പോയാൽ നാം എവിടെ എത്തി നിൽക്കും എന്നുള്ളതായ ഒരു ചോദ്യത്തിന് അർത്ഥം കണ്ടെത്തുവാനുമുള്ള ശ്രമം ഇന്ന് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ആർത്തിയോടെ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്ത മനുഷ്യൻ നല്ല വക മുന്തിരി വള്ളി നട്ടു.
നടുവിൽ ഒരു ഗോപുരവും പണിതു, അതിൽ കാവൽക്കാരനെയാക്കി ഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ അത് ചക്കും കുഴിച്ചിട്ടു ഉടമസ്ഥൻ. വളരെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ്. ഈ പ്രതീക്ഷ എന്ന് പറയുന്നത് നല്ല മുന്തിരിങ്ങ കായ്ക്കും എന്നുള്ള പ്രതീക്ഷയാണ്. എന്നാൽ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയത്രേ എന്ന് ഇവിടെ പ്രവാചകൻ അത് വിലപിക്കുന്ന ഒരു ഭാഗമാണ്. ഇപ്പൊ പ്രതീക്ഷയ്ക്ക് വിപരീതമായി പ്രയോജനമില്ലാത്ത ഫലം പുറപ്പെടുവിക്കുന്ന മുന്തിരിവള്ളികൾ. പ്രിയപ്പെട്ടവരെ, ഈ മുന്തിരിവള്ളികൾ എന്ന് പറയുന്നത് ഞാനും നിങ്ങളും തന്നെയാണ്. ദൈവം ആഗ്രഹിക്കുന്ന, ദൈവത്തിന്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഫലം പുറപ്പെടുവിക്കുവാനാണ് ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നത്. അതിനു വേണ്ടി നമുക്ക് ജീവിക്കുവാനുള്ള നല്ല കാലാവസ്ഥകളെ, സാഹചര്യങ്ങളെ, പ്രകൃതി വിഭവങ്ങളെ എല്ലാം ദൈവം ഒരുക്കി ഈ ഭൂമിയിൽ നമ്മെ നട്ടു. നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിച്ച നല്ല ഫലങ്ങൾ ഇല്ലാതെ വന്നപ്പോൾ എന്റെ മുന്തിരിത്തോട്ടത്തോട് ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതായ ഒരു ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമായി അത് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, മുന്തിരിവള്ളിയുടെ വള്ളിത്തലം മുറിക്കാതെയും അതിന്റെ മതിൽ പൊളിച്ചു കളയുകയും അതിന്റെ ചവിട്ടി മെതിച്ചു കളയുകയും അതിൽ മുള്ളും പറക്കാതെയും വളർന്ന് മഴ ലഭിക്കാതെയും നശിച്ചു പോകുന്നതായ ഒരു അനുഭവം. ഇവിടെ മനോഹരമായി പണിതതായ ഒരു തോട്ടം പ്രതീക്ഷയ്ക്കനുസരിച്ച് വളരാതെ വന്നപ്പോൾ മുള്ളും പറക്കാതെയും വളരുന്ന പാഴ് മരുഭൂമിയായി അധപതിക്കുകയാണ് ചെയ്യുന്നത്. അതെ പ്രിയമുള്ളവരെ, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഈ പ്രകൃതിയെ നാം സംരക്ഷിച്ചില്ല എങ്കിൽ, ഈ പ്രകൃതിക്ക് ഏതൊരു മലിനതകളുമില്ലാതെ ഇതിനെ കാത്തു സൂക്ഷിച്ചില്ല എങ്കിൽ, നല്ല ഫലം പുറപ്പെടുവിക്കേണ്ടതിന് പകരം മുള്ളും പറക്കാരെയും വളരുന്ന പാഴ് മരുഭൂമിയായി മാറ്റപ്പെടുന്നതായ അനുഭവങ്ങളാണ്. ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. പ്രിയമുള്ളവരെ, നാം എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ഈ ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന ഈ പ്രപഞ്ചത്തോട് ചെയ്യുന്ന ചില അനീതികളുണ്ട്. ഈ അനീതികൾക്കെതിരെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ യഹോവയാകുന്ന ദൈവം തമ്പുരാൻ അരുളി ചെയ്യുന്നത്. ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? അതേ, ദൈവം നമുക്കായി ഒരുക്കി വെച്ച അനുഗ്രഹങ്ങൾ, ഇവയ്ക്കും അപ്പുറമായി ഈ ദൈവത്തിന് എന്ത് ചെയ്യുവാനായിട്ട് കഴിയും? എന്നാൽ മനുഷ്യന്റെ പ്രവൃത്തിയുടെ പരിണത ഫലം അത് നല്ല മുന്തിരിങ്ങ കായ്ക്കുമെന്നും അതിർതരമായ ഫലം പുറപ്പെടുവിക്കുമെന്നും യജമാനൻ പ്രതീക്ഷിച്ചുവെങ്കിൽ ആ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്തായിരിക്കുന്നു. കാട്ടുമുന്തിരിങ്ങ എത്രയും കായ്ച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു മടങ്ങി വരവ് ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന ഈ പ്രപഞ്ചത്തോടും അത് സൃഷ്ടിച്ചവനായ ദൈവത്തോടുമുള്ള മനുഷ്യന്റെ കടമകളും കടപ്പാടുകളും ഇവ ഒന്നുകൂടി ഉണർത്തിക്കുക, ഒരു മടങ്ങി വരവിന്റെ ആവശ്യകതയിലേക്ക് ജനത്തെ സജ്ജരാക്കുക. ഇന്ന് നമ്മുടെ പ്രകൃതി എത്തി നിൽക്കുന്ന ഈ മഹാവിപത്തിൽ നിന്നും ഒരു മടങ്ങി വരവ് അനിവാര്യമായിരിക്കുന്നു. അത് നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ ഈ സൃഷ്ടിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന ഇടങ്ങളിൽ നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, ദൈവം മനുഷ്യനിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നുവോ ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് മനുഷ്യന്റെ മനോഭാവങ്ങൾ ഉയരേണ്ടതായിട്ടുണ്ട്. ആ ഒരു മനോഭാവത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവം ആഗ്രഹിച്ചതുപോലെ നല്ല ഫലങ്ങളെ നമുക്ക് പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ നാം നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുമ്പോൾ പ്രപഞ്ചം മലിനതയിൽ നിന്നും രക്ഷയുടെ അനുഭവങ്ങളിലേക്ക് കടന്നു വരും. അവിടെ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കുവാൻ സാധിക്കും. രണ്ടാമത്തെ ചിന്ത, മലിനത ഉണ്ടായി എന്ന് തിരിച്ചറിയുമ്പോൾ വീണ്ടെടുപ്പിലേക്കുള്ള പ്രയാണം ആരംഭിക്കുന്നു എന്നുള്ളതാണ്. മലിനത അഥവാ വീഴ്ച സംഭവിച്ചു എന്നുള്ള ഒരു ചിന്ത ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നു. ഇത് അംഗീകരിക്കുവാൻ നമ്മുടെ മനസ്സുകൾ തയ്യാറല്ല. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കണം,
നാം ഇന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രമുണ്ട്. അതായത് ഞാൻ വിശുദ്ധനാണ്, മറ്റുള്ളവരാണ് കളങ്കിതർ അഥവാ പാപികൾ എന്നുള്ള ഒരു ചിന്ത. ഇത് പരീക്ഷന്റെ മനോഭാവമാണ്. ഒരിക്കലും ദൈവാലയത്തിലെ ഒരു പരീക്ഷനും ഒരു സാധുവായ മനുഷ്യൻ പ്രാർത്ഥനയ്ക്കായി കടന്നുപോയ വിവരം യേശു ഉപമയിലൂടെ നമ്മെ പഠിപ്പിച്ചു. പരീക്ഷ നിന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ എല്ലാം ഭംഗിയായി ചെയ്യുന്നവനാണ്, ഞാൻ ഒരു പാപവും ചെയ്യുന്നില്ല, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, ലഭിക്കുന്നതിനെല്ലാം പദാരം കൊടുക്കുന്നു, ഉപവസിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, ഒരു കുറവുമില്ലാത്തവൻ. എന്നാൽ ഈ സാധുവായ മനുഷ്യൻ, അയ്യോ ഞാൻ പാപിയായ മനുഷ്യൻ, എന്നോട് കരുണ തോന്നണമേ എന്ന് ദൈവത്തോട് അവർ നിലവിളിക്കുകയാണ്. യേശു പറഞ്ഞ ഇവരിൽ ആ പാപിയായ വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം അംഗീകരിച്ചു എന്നുള്ളതാണ്. ഇത് നാം എല്ലാവരും ആശ്വസിപ്പിക്കുന്ന നമ്മെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവം. ഞാൻ വിശുദ്ധനാണ്, മറ്റുള്ളവരാണ് കളങ്കിതർ, പാപികൾ എന്നുള്ള ഒരു പൊതു സമൂഹത്തിന്റെ ചിന്ത ഇന്ന് നമ്മയും വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ വിശുദ്ധനാണ് എന്ന ചിന്തയിൽ നിന്നും പൗലോസ് നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു ചിന്തയുണ്ട്. അയ്യോ ഞാൻ പാപിയായ മനുഷ്യൻ, പാപത്തിന് അധീനമായ ശരീരത്തിൽ ഞാൻ വസിക്കുന്നു, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും എന്നെ ആർ വിടുവിക്കും. വീണ്ടും പൗലോസ് പറയുന്നുണ്ട്, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പാപികളിൽ ഞാൻ ഒന്നാമൻ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഞാൻ വിശുദ്ധനാണ്, ഞാനാണ് നീതിമാൻ, ഞാൻ നിൽക്കുന്നത് കൊണ്ട് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നു എന്നൊക്കെ ചിന്തിക്കുന്നവർ കൊണ്ട് നിറഞ്ഞ ഈ ലോകത്ത് ഞാൻ ആരാണ് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇന്ന് മലിനതകളിൽ നിറഞ്ഞതായ ഈ ലോകത്തിന്റെ മലിനതകളും കളങ്കങ്ങളും ഏറ്റുകൊണ്ട് ജീവിക്കുമ്പോൾ ആർക്ക് ഞാൻ വിശുദ്ധൻ എന്ന് അവകാശപ്പെടുവാനായിട്ട് കഴിയും? ഗലാത്യ സഭയിലെ വിശ്വാസികളെ കുറിച്ച് പൗലോസ് എഴുതിയതായ ഒരു വേദഭാഗമാണ് നാം ഇന്ന് പാഠമായി വായിച്ചത്. ഗലാത്യ സഭയിൽ ചില കളങ്കിത ആചാരങ്ങൾ നിലനിന്നിരുന്നു. അതായത് ഒരു വ്യക്തി ക്രിസ്ത്യാനിയാകുവാൻ ആഗ്രഹിച്ചാൽ അവൻ ആദ്യം യഹൂദനായി തീരണം, രണ്ടാമത് മാത്രമേ അവന് ക്രിസ്ത്യാനിയാകുവാനായിട്ട് അവകാശം ഉണ്ടായിരുന്നുള്ളൂ ഗലാത്യ സഭയിൽ. ഇങ്ങനെയുള്ള കളങ്കിത ആചാരങ്ങളെ നോക്കി പൗലോസ് പറയുന്നത്, നിങ്ങൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള ആചാരങ്ങൾ ദൈവത്തെ അല്ല പ്രസാദിപ്പിക്കുന്നത്, പിന്നെയോ മനുഷ്യനെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്, നിങ്ങൾ യഥാസ്ഥാനപ്പെടേണ്ടതായിട്ടുണ്ട്. അതെ, ഇന്ന് മലിനതകൾ നിറഞ്ഞതായ ഈ ലോകത്ത് നിങ്ങൾ ജീവിക്കുന്നു എന്ന ഒരു തിരിച്ചറിവും ഞാൻ പാപിയാണ് എന്ന ഒരു ബോധ്യവും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് രൂപാന്തരത്തിലേക്കുള്ള അഥവാ യഥാസ്ഥാനപ്പെടുവാനുള്ള വഴികൾ തുറക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇന്ന് പലപ്പോഴും ഞാൻ വിശുദ്ധൻ എന്ന് പറയുമ്പോൾ എന്നെ തന്നെ ഞാൻ ഉയർത്തി കാണിക്കുന്നു, എന്നിൽ കളങ്കമൊന്നുമില്ല എന്നുള്ള ഒരു മനോഭാവമാണ്. എന്നാൽ ഞാൻ പാപിയാണ് എന്ന് പൗലോസിനോട് ചേർന്ന് പറയുമ്പോൾ നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. ഇന്ന് പലപ്പോഴും ഞാൻ വിശുദ്ധനാണെന്ന് പറയുമ്പോൾ മനുഷ്യരുടെ മുമ്പിൽ എന്നെ പ്രസാദിപ്പിക്കുവാനും മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഉയർത്തി കാണിക്കുവാനും ഒക്കെ ചിലപ്പോൾ കഴിഞ്ഞേക്കാം. എന്നാൽ അവിടെ ദൈവസന്നിധിയിൽ നാം നീതീകരിക്കപ്പെടുകയില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുവാനാണ് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അയ്യോ ഞാൻ പാപിയായ മനുഷ്യൻ, എന്നോട് കരുണ തോന്നണമേ എന്നുള്ളതായ അനുതാപത്തിന്റെയും രൂപാന്തരത്തിന്റെയും ഒരു അനുഭവം ഇവിടെയാണ് യഥാസ്ഥാനപ്പെടുവാൻ. അഥവാ വന്നുപോയ കളങ്കങ്ങളെ, വന്നുപോയ മലിനതകളെ ഉപേക്ഷിക്കുവാനും ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുവാനും നമ്മെ സഹായിക്കുന്നത്. ഈ തുടക്കമാണ് ഇവിടെ യേശു പറയുന്നതായ മലിനതയിൽ നിന്നും അതേ ഒരു അനുതാപത്തോടുകൂടെ വിശുദ്ധീകരണത്തിലേക്കുള്ള ഒരു ജീവിതയാത്രയ്ക്ക് തുടക്കം കുറിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ മലിനതകളിൽ നിന്നും നമുക്ക് ഒരു വീണ്ടെടുപ്പിന്റെ അനുഭവങ്ങളിലേക്ക് മടങ്ങി വരണമെങ്കിൽ ഞാനെന്ന ഭാവം മാറി ദൈവമുമ്പാകെ വിനയപ്പെടുവാനും പൗലോസിന്റെ ദൈവശാസ്ത്രം അയ്യോ ഞാൻ പാപിയായ മനുഷ്യൻ ആ ഒരു മനോഭാവത്തോടുകൂടെ ഈ സൃഷ്ടിയെയും സമ സൃഷ്ടികളെയും നോക്കിക്കാണുവാനായിട്ട് നമുക്ക് കഴിയണം. മൂന്നാമത്തെ ചിന്ത,
സുവിശേഷത്തിന് കാതോർക്കുമ്പോൾ മലിനതയിൽ നിന്നും യഥാസ്ഥാനപ്പെടുവാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. സുവിശേഷത്തിന് കാതോർക്കുക. ഇന്ന് പ്രസംഗങ്ങൾ അനവധി നാം കേൾക്കുന്നുണ്ട്. നമ്മുടെ സഭാദിനത്തോടനുബന്ധിച്ച് നാം നടത്തിയതായ കൺവെൻഷൻ യോഗങ്ങൾ നമ്മുടെ ചർച്ച് ഗ്രൗണ്ട് നിറഞ്ഞ് കവിഞ്ഞതായ ഒരു അനുഭവമായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് വരെ വന്നുകൂടാത്തതായ ഒരു ജനതയെ ഈ കൺവെൻഷൻ കേൾക്കുവാനായിട്ട് കടന്നു വന്നു. ഇവിടെ ദൈവവചനം കേൾക്കുവാനും അനുസരിക്കുവാനുമുള്ള ഒരു മനോഭാവമാണ്. നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കുവാനും ഒരല്പസമയം ഇരിക്കുവാനുമുള്ള വ്യഗ്രതയാണ്. മനുഷ്യന്റെ വീഴ്ച പാപത്തിലേക്കും പാപത്തിന്റെ ശമ്പളമായ മരണത്തിലേക്കും നമ്മെ നയിച്ചു. അങ്ങനെ സൃഷ്ടി ശാപത്തിന് കാരണമായി തീർന്നു. ഇവിടെ സുവിശേഷം കേൾക്കുക, കേൾക്കുന്ന സുവിശേഷത്തെ അനുസരിക്കുക, ഇതാണ് വീഴ്ചയിൽ നിന്നും വീണ്ടെടുപ്പിനുള്ള ഒരു മാർഗം. അഥവാ മലിനതകളിൽ നിന്നും ഒരു വിശുദ്ധീകരണത്തിലേക്കുള്ള മാർഗം എന്ന് പറയുന്നത് സുവിശേഷം കേൾക്കുക, കേൾക്കുന്ന സുവിശേഷം അനുസരിക്കുക. ഇന്ന് നാം സുവിശേഷം കേൾക്കുന്നുണ്ട്, ചിലപ്പോഴൊക്കെ രസിക്കുന്നുണ്ട്, വളരെ സന്തോഷം പങ്കെടുക്കുന്നുണ്ട്. നാം പ്രസംഗങ്ങൾ വിലയിരുത്തുന്നവരുമാണ്. കേൾക്കുന്ന സുവിശേഷം നാം എത്ര പേർ അനുസരിക്കുന്നു? ഈ വചനങ്ങളെ അനുസരിക്കുന്നുവെങ്കിൽ നമുക്ക് ഈ മലിനതകളെ വിട്ടൊഴിഞ്ഞ് ജീവിക്കുവാനായിട്ട് കഴിയും. യേശു തന്നെ പറഞ്ഞു, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരുമായിരിക്കും. അപ്പോൾ നാം അത് വചനം കേൾക്കുന്നു, പക്ഷെ അനുസരിക്കുന്നുണ്ടോ? ഇന്ന് ലോകത്ത് മലിനതകൾ വർദ്ധിച്ചു വരുന്നു, സുവിശേഷ പ്രസംഗങ്ങൾ വർദ്ധിച്ചു വരുന്നു. എവിടെയൊക്കെ പൊരുത്തക്കേടുകളുണ്ട്. ഈ പൊരുത്തക്കേടുകൾ എന്ന് പറയുന്നത് നാം കേൾക്കുന്ന വചനം അനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നാം കേൾക്കുന്ന വചനത്തെ അനുസരിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നുവെങ്കിൽ അത് മലിനതകളെ വിട്ടൊഴിഞ്ഞ് നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയും. ഇന്ന് മലിനതകൾ കൊണ്ട് നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്നവരല്ലയോ? വ്യക്തിപരമായ ജീവിതങ്ങളിൽ കളങ്കങ്ങൾ, കുടുംബ ജീവിതങ്ങളിൽ അവിശ്വസ്തത, പണപരമായ കാര്യങ്ങളിൽ അവിശ്വസ്തത, വിശുദ്ധ ജീവിതമില്ലാതെ അശുദ്ധിയിലേക്ക് പ്രയാണം ചെയ്യുന്ന ക്രൈസ്തവ സമൂഹം. ഇവിടെ കേൾക്കുന്ന ദൈവവചനത്തെ അനുസരിക്കുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള മലിനതകളെ ഒഴിഞ്ഞ് നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയും. ഇന്ന് പലപ്പോഴും നാം വചനം കേൾക്കുന്നു, തല കുലുക്കുന്നു, അവയെ ദൈവാലയത്തിനകത്ത് തന്നെ ഉപേക്ഷിച്ച് കടന്നു പോകുന്നവരാണ്. ദൈവാലയത്തിന് പുറത്തിറങ്ങിയാൽ കേട്ട വചനവും നമ്മുടെ ജീവിതവുമായിട്ട് ഏതൊരു ബന്ധവുമില്ല. മറ്റുള്ളവരെ ന്യായം വിധിക്കുവാനും ഞാൻ വിശുദ്ധനെന്ന് പറയുവാനും മറ്റുള്ളവരെ നോക്കി കുറ്റം പറയുന്നതായ ജനസമൂഹമായി നാം ഇന്ന് തരം കാണിരിക്കുകയാണ്. എന്നാൽ ഇവിടെ കേൾക്കുന്ന സുവിശേഷം ശ്രദ്ധിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനോ തയ്യാറാകാത്തവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ മലിനതകൾ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ നാം കേൾക്കുന്ന വചനം ശ്രദ്ധിക്കുന്ന വചനം അനുസരിക്കുക. അങ്ങനെ മലിനതകളിൽ നിന്നും ഒരു വിശുദ്ധിയിലേക്കുള്ള പ്രയാണം നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മലിനതകളിൽ അകപ്പെട്ടു പോകുന്നവരുടെ എണ്ണം ഇന്ന് ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ്. കുടുംബ പ്രശ്നങ്ങൾ, മദ്യം, മയക്കുമരുന്നുകൾ, ലഹരികൾ, പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങൾ, പണസമ്പാദനത്തിന് വേണ്ടി സഹോദരനെ എത്രത്തോളം ദ്രോഹിക്കുവാനായിട്ട് കഴിയുമോ അതിനും അപ്പുറം ചെയ്യുന്നവർ. ഇങ്ങനെയുള്ള മലിനതകളിൽ നാം അകപ്പെട്ടു പോകുന്നില്ലയോ എന്നുള്ള ഒരു ചിന്ത ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. ഇവിടെ സൃഷ്ടിയെ വീഴ്ചയിൽ നിന്നും പുനരുജ്ജീവിപ്പിക്കണമെങ്കിൽ സുവിശേഷത്തിന് നാം കാതോർക്കുക. നാം കേൾക്കുന്ന വചനം അനുസരിക്കുക, ആ വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുക. അങ്ങനെ മലിനതകളിൽ നിന്നും രക്ഷാകരമായ അനുഭവങ്ങളിലേക്ക് ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് പ്രയാണം ചെയ്യുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ
നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ. ആമേൻ. ഈ സമയം